മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ലഖിംപൂർ സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെയും പോലീസിന്റെയും വീഴ്ചയിൽ കടുത്ത അതൃപ്തി അറിയിച്ച് സുപ്രീം കോടതി. നിലവിലെ അന്വേഷണം സംശയമുണ്ടാക്കുന്നത്. ദൃക്സാക്ഷിയുള്ള ഒരു കൊലക്കേസിൽ ആശിഷ് മിശ്രയോട് എന്തിനാണ് ഇത്ര ഉദാരമായ സമീപനമെന്ന് കോടതി. ഉന്നതരുടെ സ്വാധീനം ഭയന്ന് CBIയെ പോലും വിശ്വസിച്ച് ഈ കേസ് ഏൽപ്പിക്കാൻ കഴിയില്ലെന്നും നിരീക്ഷണം. ലഖിംപൂരിൽ കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്ര ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. നാളെ ഹാജരാകണമെന്ന് കാണിച്ച് വീണ്ടും നോട്ടീസ് പതിച്ചു. അന്വേഷണ സംഘം അടിയന്തര യോഗം ചേർന്നു. പ്രതിയെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് സംയുക്ത കിസാൻ മോർച്ച. സംസ്ഥാനത്ത് ഔദ്യോഗികമായി രേഖപ്പെടുത്താത്ത 7000-ഓളം കോവിഡ് മരണങ്ങൾ ഉണ്ടായെന്ന് ആരോഗ്യമന്ത്രി. പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാമെന്നും വീണ ജോർജ്. അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം. അടിയന്തര പ്രമേയ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭ വിട്ടു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആദ്യ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 3 സ്ട്രീമുകളിലായി 105 പേർക്ക് നിയമന ശുപാർശ. സ്ട്രീം 1-ൽ S മാലിനിയും, സ്ട്രീം 2-ൽ അഖില ചാക്കോയും, സ്ട്രീം 3-ൽ അനൂപ് കുമാറിനും 1ാം റാങ്ക്. വ്യാജരേഖയിലൂടെ തൊഴിൽ നഷ്ടപ്പെട്ട മല്ലപ്പള്ളി സ്വദേശിനി ശ്രീജയ്ക്ക് നിയമന ഉത്തരവ് നൽകി PSC. വ്യാജ സത്യവാങ്മൂലം നൽകിയത് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കരുനാഗപ്പള്ളി സ്വദേശി ശ്രീജ. സംഭവത്തിൽ PSC ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു. അതിർത്തിയിൽ വീണ്ടും ചൈനയുടെ പ്രകോപനം. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുണ്ടായ കടന്നുകയറ്റം തടഞ്ഞ ഇന്ത്യ. അരുണാചൽ സെക്ടറിൽ ഇന്ത്യ ചൈന സൈനികർ മുഖാമുഖമെത്തിയതായും റിപ്പോർട്ടുകൾ. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ 2 മാധ്യമ പ്രവർത്തകർക്ക്. പുരസ്കാരം ഫിലിപ്പൈൻ മാധ്യമ പ്രവർത്തകയായ മരിയ റസയും റഷ്യൻ മാധ്യമ പ്രവർത്തകനായ ദിമിത്രി മുറാട്ടോവും പങ്കിട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് ആദരമെന്ന് നൊബേൽ കമ്മിറ്റി. പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി മോൺസൺ മാവുങ്കലിന് ജാമ്യമില്ല. മോൺസൺ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച് കോടതി. മോൺസൺ മാവുങ്കലിനെതിരെ വീണ്ടും പരാതി. 2018-ൽ 1.5 ലക്ഷം കൈക്കലാക്കിയെന്ന് തുറവൂർ സ്വദേശി ബിജു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ കൊഫെ പോസോ ഹൈക്കോടതി റദ്ദാക്കി. തടവിന് മതിയായ കാരണങ്ങളില്ലെന്ന് കോടതി. NIA കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ സ്വപ്നയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. സരിത്തിനെതിരായ കരുതൽ തടങ്കൽ കോടതി ശരിവെച്ചു. +1 2ാം അലോട്ട്മെന്റിലും ആശങ്ക ഒഴിയാതെ വിദ്യാർത്ഥികൾ. 1ാം ഓപ്ഷനായി നൽകിയ സ്കൂളുകളിൽ പ്രവേശനം ലഭിച്ചില്ലെന്ന് A+ നേടിയ വിദ്യാർത്ഥികൾ. ആശങ്ക അറിയിച്ച് രക്ഷകർത്താക്കൾ. മാർക്ക് ജിഹാദ് പരാമർശത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർക്കെതിരെ പ്രതിഷേധവുമായി NSU പ്രവർത്തകർ. അധ്യാപകനെ തല്ലി ഡൽഹി സർവകലാശാല. പ്രവേശനത്തിന് ഒരു സംസ്ഥാനത്തിനും പ്രത്യേക പരിഗണന നൽകുന്നില്ലെന്ന് വിശദീകരണം. എല്ലാ ബോർഡുകൾക്കും തുല്യ പരിഗണന. പ്രവേശനത്തിന് ഇത്തവണയും തുല്യത പാലിച്ചിട്ടുണ്ടെന്നും സർവകലാശാല. BJP മുൻ സംസ്ഥാന സെക്രട്ടറി AK നസീറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സുൽത്താൻ ബത്തേരി മണ്ഡലം പ്രസിഡന്റിനെതിരെയും നടപടി. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി AK നസീർ. പുനഃസംഘടനയിലൂടെ ചില നേതാക്കളെ അപമാനിച്ചെന്ന് PP മുകുന്ദൻ. എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുത അനാരോഗ്യത്തിന്റെ ലക്ഷണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. AK നസീറിനെ പുനഃസംഘടനയിൽ പുറത്താക്കിയതല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ചിലർ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പാർട്ടിക്കെതിരെ തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ഒരവസരം കൂടി നൽകാനാണ് ചിലർക്കെതിരെ ക്ഷമിച്ചതെന്നും K സുരേന്ദ്രൻ. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ്. പുസ്തകരചനയുടെ തിരക്കിലെന്ന് വിശദീകരണം. ഖാദി വിൽപ്പനയും ചരിത്രരചനയും ഒരുമിച്ച് നടത്താൻ പ്രയാസമാണെന്ന് ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കാത്തതിന്റെ പ്രതിഷേധമെന്ന് സൂചന. അടൂരിൽ CPIM CPI സംഘർഷം. തൊഴിൽ തർക്കത്തെ തുടർന്ന് ഹൈസ്കൂൾ ജംഗ്ഷനിൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. തർക്കമുണ്ടായത് CATU വിട്ട് AITUCയിൽ ചേർന്നവർക്ക് തൊഴിൽ നിഷേധിച്ചതോടെ 2 പേർക്ക് പരുക്ക്. KPCC പുനഃസംഘടന സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ യോജിച്ച് മുന്നോട്ട് പോകണമെന്ന് രമേശ് ചെന്നിത്തല. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിക്ക്. പുനഃസംഘടനാ ചർച്ച മുഖ്യ അജണ്ട. വിദേശ മദ്യം ഓൺലൈൻ വഴി ലഭ്യമാക്കും. നടപടി ഔട്ട്ലെറ്റുകളിലെ തിരക്കൊഴിവാക്കാനെന്ന് വിശദീകരണം. കൺസ്യൂമർ ഫെഡിന്റെ എല്ലാ ഷോപ്പുകളിലും ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാം. ബുക്കിംഗിന് അധിക ചാർജ് നൽകേണ്ടെന്ന് കൺസ്യൂമർ ഫെഡ്.
പുനയിൽ മലയാളി യുവതി പ്രീതി അഖിലിന്റെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. നടപടി പിതാവ് നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ. യുവതിയുടേത് തൂങ്ങി മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. സ്ത്രീധനത്തിൽ സമൂഹത്തിന്റെ മനോഗതി മാറണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ത്രീധന പീഡനങ്ങൾ തടയുന്നതിന് സമൂഹത്തിന് വലിയ പങ്കുവഹിക്കാൻ കഴിയും. നിയമങ്ങളും പോലീസ് സംവിധാനവും ഉണ്ടായിട്ടും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്നും ഗവർണർ. കോഴിക്കോട് KSRTC വാണിജ്യ സമുച്ചയം അപകട ഭീഷണിയിൽ. കെട്ടിടം അടിയന്തരമായി ബലപ്പെടുത്തണമെന്ന് മദ്രാസ് IIT റിപ്പോർട്ട്. കെട്ടിടം നവീകരിക്കുന്നതിനായി ബസ് സ്റ്റാൻഡ് മാറ്റുന്നതും ആലോചനയിൽ. മുംബൈയിൽ വൻ മയക്കുമരുന്ന് വേട്ട. നവസേവാ പോർട്ടിൽ നിന്ന് 25 കിലോ ഹെറോയിൻ പിടികൂടി. വിപണിയിൽ 125 കോടി രൂപ വിലമതിക്കുമെന്ന് DRI. ഒരാൾ കസ്റ്റഡി. മുംബൈ ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ആര്യൻ ഖാന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അപേക്ഷ എതിർക്കും. ലഹരി കടത്തുകാർക്കൊപ്പമെത്തിയ ആര്യൻ ഖാനെ ചോദ്യം ചെയ്യണമെന്ന് NCB. കാക്കനാട് ലഹരി തട്ടിപ്പിൽ പിടിച്ചെടുത്തവ വീര്യമേറിയ മയക്കുമരുന്നുകളെന്ന് പരിശോധനാ ഫലം. MDMA അല്ലെന്ന് കെമിക്കൽ പരിശോധനാ റിപ്പോർട്ട്. MDMAക്ക് സമാനമായ മെതാംഫെറ്റമിനാണെന്ന് കണ്ടെത്തൽ. പരിശോധന നടത്തിയത് കാക്കനാട്ടെ സർക്കാർ ലാബിൽ. ധേര സച്ചാ സൗദ തലവൻ ഗുർമീത് റാം റഹീം കൊലപാതക കേസിൽ കുറ്റക്കാരനെന്ന് കോടതി. അനുയായി രഞ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗുർമീത് റാം റഹീം ഉൾപ്പെടെ 5 പേർ കുറ്റക്കാർ. ശിക്ഷ വിധിച്ചത് പഞ്ചകുള CBI കോടതി. കോവിഡിൽ വരുന്ന 3 മാസം നിർണായകം. വ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഉത്സവകാലങ്ങളിൽ ജാഗ്രത വേണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നിർദ്ദേശം. സംസ്ഥാനത്ത് എത്ര പേർ കോവിഡ് പ്രതിരോധ ശേഷി നേടിയെന്ന് കണ്ടെത്താൻ നടത്തിയ സിറോ സർവേയുടെ പ്രാഥമിക പഠനം പൂർത്തിയായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമഗ്രമായ റിപ്പോർട്ട് ഇന്ന് തയ്യാറാകും. മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി. രാജ്യത്ത് 24 മണിക്കൂറിടെ 21,257 പേർക്ക് കൂടി കോവിഡ്. 271 മരണം. രോഗമുക്തി നിരക്ക് 97.96%. രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 93 കോടി കടന്നു. ഡീസൽ വിലയും 100-നരികെ. തിരുവനന്തപുരത്ത് ഡീസലിന് 99 രൂപ 8 പൈസയായി. ഇന്ന് കൂടിയത് 37 പൈസ. പെട്രോളിന് 30 പൈസ കൂടി. കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 103 രൂപ 85 പൈസ. ഡീസലിന് 97 രൂപ 25 പൈസ. രാജ്യത്ത് വൈദ്യുതി പ്രതിസന്ധിയും രൂക്ഷം. കൽക്കരി ശേഖരത്തിൽ വൻ കുറവ്. പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക്. റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കിൽ മാറ്റമില്ല. റിപ്പോ 4%-ലും റിവേഴ്സ് റിപ്പോ 3.75%-ലും തുടരും. കൊല്ലത്തെ വിസ്മയ കേസ് പ്രതി കിരൺകുമാറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്ന കിരണിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നികുതി അടയ്ക്കേണ്ടാത്ത വീടുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥർ. 600 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകളിലും ഉദ്യോഗസ്ഥരുടെ നികുതി പിരിവ്. പ്രതിഷേധം കടുപ്പിച്ച് BJPയും കോൺഗ്രസും. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ സാമ്പിൾ പരിശോധന തുടങ്ങി. മുറിച്ച മരങ്ങളുടെ സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. മലപ്പുറം ആനക്കടവ് പാലത്തിന് സമീപം കടലുണ്ടിപ്പുഴയിൽ കാണാതായ കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. കാണാതായത് കടലുണ്ടിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ആഷിഫ്, റൈഹാൻ എന്നിവരെ. കൊച്ചിയിൽ അനധികൃതമായി നിർമ്മിച്ച സ്ലാബ് തകർന്ന് അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം. കൃത്യമായ മേൽനോട്ടമില്ലാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഞായറാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. നോക്കാം ദേശീയവാർത്തകൾ. ഇന്ന് വ്യോമസേനാ ദിനം. ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും. പ്രതിസന്ധിയിൽ കരുത്തായി നിന്ന സേനയെന്ന് നരേന്ദ്രമോദി. 89 വർഷമായുള്ള സമർപ്പിത സേവനത്തിന് നന്ദിയെന്ന് രാജ്നാഥ് സിംഗ്. പുതിയ കാലത്തെ സൈനിക വെല്ലുവിളികൾ നേരിടാൻ വ്യോമസേന സജ്ജമെന്ന് VR ചൗധരി. സേന ആധുനികവൽക്കരണത്തിന്റെ പാതയിൽ. കിഴക്കൻ ലഡാക്കിലെ സൈനിക നീക്കങ്ങൾ വ്യോമസേനയുടെ പോരാട്ട വീര്യത്തിന്റെ സാക്ഷ്യപത്രമെന്നും വ്യോമസേനാ മേധാവി. പൊതുസ്ഥലങ്ങളിലും റോഡുകളിലുമായി സ്ഥാപിച്ച പ്രതിമകൾ നീക്കം ചെയ്യണമെന്ന് മദ്രാസ് ഹൈക്കോടതി. ലീഡേഴ്സ് പാർക്ക് നിർമ്മിച്ച പ്രതിമകൾ മാറ്റി സ്ഥാപിക്കണമെന്നും സർക്കാർ നിർദ്ദേശം. കോടതി ഉത്തരവ് മുതിർന്ന അഭിഭാഷകൻ നൽകിയ ഹർജി. തമിഴ്നാട്ടിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 5 കോടി പിന്നിട്ടു. ജനസംഖ്യയുടെ 64% പേർ ആദ്യ ഡോസ് സ്വീകരിച്ചെന്ന് ആരോഗ്യവകുപ്പ്. ഒക്ടോബർ 10-ന് സംസ്ഥാന വ്യാപകമായി മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തുമെന്നും ആരോഗ്യമന്ത്രി.
മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കനത്ത തിരക്ക്. നവരാത്രി ആഘോഷങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാനായി യാത്രക്കാർ കൂട്ടമായി എത്തിയതാണ് തിരക്കിന് കാരണം. തിരക്ക് അനിയന്ത്രിതമായതോടെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. ഡൽഹിയിലെ ഹർകേഷ് നഗറിൽ ഫാബ്രിക് ഗോഡൌണിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയിലെ പാൽക്കറിൽ 3 ട്രാൻസ്ജെൻഡേഴ്സ് മുങ്ങി മരിച്ചു. താനസ നദിയിലാണ് അപകടം. കുളിക്കാനിറങ്ങിയ 6 പേരിൽ 3 പേർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ദാദ്ര നഗർ ഹവേലി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. മഹേഷ് ബാലുഭായ് ദോദി സ്ഥാനാർത്ഥിയാകും. ട്രെയിനിൽ യുവതിയെ ശല്യം ചെയ്ത സംഭവത്തിൽ മുംബൈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ പർലി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. അന്താരാഷ്ട്ര വാർത്ത. തായ്വാൻ സൈനികർക്ക് അമേരിക്ക പരിശീലനം നൽകുന്നുവെന്ന് റിപ്പോർട്ട്. 1 കൊല്ലമായി പരിശീലനം നൽകി വരുന്നത് പരമ്പരാഗത സേനയടക്കമുള്ള സംഘം. പ്രതികരിക്കാതെ പ്രതിരോധ മന്ത്രാലയം. അമേരിക്കയിൽ കോവിഡ് അനാഥരാക്കിയ കുട്ടികളുടെ എണ്ണത്തിൽ 15% വർധനയെന്ന് കണക്ക്. റിപ്പോർട്ട് പുറത്തുവിട്ട് മെഡിക്കൽ ജേണൽ പീഡിയാട്രിക്സ്. 1,20,000-ലധികം കുട്ടികൾക്ക് രക്ഷകർത്താക്കളെ നഷ്ടമായെന്നാണ് കണക്ക്. സിഡ്നിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനെതിരെ മെഡിക്കൽ സംഘം. കോവിഡ് മരണങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്ന് ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ. മുന്നറിയിപ്പ് ലോക്ഡൌൺ പിൻവലിക്കാനിരിക്കെ. അജ്ഞാത വസ്തുവിനിടിച്ച് US ആണവ അന്തർവാഹിനി തകർന്നു. 12ഓളം സൈനികർക്ക് നിസ്സാര പരിക്ക്. ദക്ഷിണ ചൈന കടലിൽ വെച്ചാണ് അപകടമെന്ന് റിപ്പോർട്ടുകൾ. പ്രമുഖ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ആസ്ഥാനം സിലിക്കൺ വാലിയിൽ നിന്ന് ടെക്സസിലേക്ക് മാറ്റുന്നു. നിക്ഷേപകരെ തീരുമാനമറിയിച്ച് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. ബ്രസീലിൽ ശക്തമായ പൊടിക്കാറ്റ്. സാവോ പോളോ, മിനാസ് ഗെറസ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന 3ാമത്തെ പൊടിക്കാറ്റാണിത്. വരൾച്ചയെ തുടർന്നാണ് പൊടിക്കാറ്റ് രൂക്ഷമാകുന്നതെന്ന് വിദഗ്ധർ. അമേരിക്കയിലെ ടെന്നസിൽ വെടിവെപ്പ് നടത്തിയ പ്രതി 3 തോക്കുകൾ വാങ്ങിയെന്ന് കണ്ടെത്തൽ. ആക്രമണത്തിൽ ഉപയോഗിച്ചത് 2 പിസ്റ്റളുകളും 1 റൈഫിളും. സെപ്റ്റംബർ 23 നടന്ന ആക്രമണത്തിൽ മരിച്ചത് ഒരാൾ. 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ ഉപയോഗത്തിന് അടിയന്തര അനുമതി തേടി ഫൈസർ വാക്സിൻ നിർമ്മാതാക്കൾ. കുട്ടികളിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കമെന്ന് കമ്പനി അധികൃതർ. പുതിയ ഭരണഘടന രാജ്യത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ. പുതിയ ഭരണഘടനാ നിർമ്മാണം അവസാന ഘട്ടത്തിലെന്നും 2022 ഭരണഘടന പൊതുചർച്ചയ്ക്ക് ലഭ്യമാക്കുമെന്നും തുർക്കി പ്രസിഡന്റ്. സ്പോർട്സ്. AFC വനിതാ ക്ലബ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ഗോകുലം FCയുമായി കരാർ ഒപ്പുവെച്ച് മ്യാൻമർ താരം വിൻടെങ് ടോൺ. 26-കാരിയായ മുന്നേറ്റ നിര താരം രാജ്യാന്തര ടീമിന് വേണ്ടി 53 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നടക്കുന്ന ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടി ഇന്ത്യയുടെ അൻഷു മാലിക്. 57 കിലോ വിഭാഗം ഫൈനലിൽ മൗറൂൾസിനോട് 1-4 എന്ന സ്കോറിന് പരാജയപ്പെട്ടു. യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ പ്രവേശിച്ച ഫ്രാൻസ് 2-3 ഗോളുകൾക്ക് ബെൽജിയത്തെ പരാജയപ്പെടുത്തി. കലാശപ്പോരിൽ ഞായറാഴ്ച ഫ്രാൻസ് സ്പെയിൻ പോരാട്ടം. And putting Belgium in front. And De Bruyne. Lukaku. He's given Hernandez the slip. And he has scored a magnificent, wonderful second. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് മുംബൈയും, 2ാം മത്സരത്തിൽ ബാംഗ്ലൂർ ഡൽഹിയെ നേരിടും. പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങി മുംബൈ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് ജയം. അർജന്റീനയ്ക്ക് സമനില. വെനസ്വേലയെ ബ്രസീൽ തോൽപ്പിച്ചത് 1-നെതിരെ 3 ഗോളിന്. അർജന്റീന പരാഗ്വയോട് ഗോൾ രഹിത സമനില വഴങ്ങി. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020-ലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. 2ാം 2020 നാളെ. വനിതാ ഏകദിന പരമ്പരയിലെ 3ാം മത്സരത്തിൽ നാളെ സിംബാബ്വെ അയർലൻഡിനെ നേരിടും. പരമ്പരയിൽ ഓരോ ജയവുമായി ടീമുകൾ ഒപ്പത്തിനൊപ്പം. നോക്കാം ജില്ലാ വാർത്ത. ആറ്റിങ്ങലിൽ വൻ തീപിടുത്തം. അപകടം. ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ 3 കടകൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം കോട്ടൂർ വ്ളാവട്ടി മേഖലകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമെന്ന് പരാതി. കൃഷിഭൂമി സംരക്ഷിക്കാൻ 10,000 മുടക്കി നിർമ്മിച്ച സുരക്ഷാ വേലി നശിപ്പിച്ചു. പോലീസ് അന്വേഷണം തുടങ്ങി. കൊല്ലം കുന്നിക്കോട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് ഓട്ടോറിക്ഷ ഡ്രൈവർ രഘു. തലവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിദ്യാർത്ഥിയെ ഓട്ടോറിക്ഷയിലും വാടക വീട്ടിലും വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കൊല്ലം അഞ്ചൽ കുരുവിക്കോണ താളൊഴിഞ്ഞ സ്ഥലത്ത് മാലിന്യം തള്ളിയവരെ പിടികൂടി. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് സാമൂഹ്യ വിരുദ്ധരെ പിടികൂടിയത്. പോലീസ് നേതൃത്വത്തിൽ പിടികൂടിയവരെ കൊണ്ടുതന്നെ മാലിന്യം നീക്കം ചെയ്യിപ്പിച്ചു. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ ഇടവിള കൃഷിക്ക് തുടക്കം. ആദ്യഘട്ടത്തിൽ കൊക്കോ, കാപ്പി തൈകൾ ഇടവിളയായി നടും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ നടിയിൽ ഉദ്ഘാടനം ചെയ്തു.
പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. നിർമ്മാണം 3 കോടി രൂപ ചെലവിൽ. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക വിശ്രമ മുറികൾ സജ്ജീകരിക്കും. ആലപ്പുഴ എഴുപുന്ന പഞ്ചായത്തിലെ കുരിശിങ്കൽ മേഖലയിൽ യാത്രാ ദുരിതത്തിന് പരിഹാരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റോഡ് നവീകരിച്ചു. പ്രവർത്തികൾ പൂർത്തീകരിച്ചത് 3 ലക്ഷം രൂപ ചെലവഴിച്ചു. കോട്ടയം CMS കോളേജ് ഇനി സിനിമാ നിർമ്മാണം പഠിപ്പിക്കുന്ന ക്യാമ്പസാകും. സംവിധായകൻ ജയരാജിന്റെ ഉടമസ്ഥതയിലുള്ള ജയരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് കമ്മ്യൂണിക്കേഷനുമായി ചേർന്നാണ് കോഴ്സ് ആരംഭിച്ചത്. കോട്ടയം കാഞ്ഞിരമറ്റത്ത് പാൽ സൊസൈറ്റിയിൽ മുൻ പ്രസിഡന്റ് തൂങ്ങി മരിച്ച നിലയിൽ. കാഞ്ഞിരമറ്റം സ്വദേശി KP അബ്രഹാമാണ് മരിച്ചത്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അബ്രഹാമിന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി പോലീസ്. ഏലത്തോട്ടത്തിൽ പണിക്കിടെ മരം വീണ് തൊഴിലാളി മരിച്ചു. തമിഴ്നാട് ഗൂഡലൂർ സ്വദേശി പശുപതിയാണ് മരിച്ചത്. തോട്ടത്തിൽ നിന്നിരുന്ന ഉണങ്ങിയ മരം ദേഹത്തേക്ക് വീഴുകയായിരുന്നു. മൂന്നാറിൽ ടിപ്പർ ലോറി സ്കൂട്ടറിലിടിച്ച അപകടം. 2 യുവാക്കൾക്ക് പരിക്ക്. ലോറി ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്ന് നിഗമനം. ഇടുക്കി മാങ്കുളം പെരുമൻകുത്തിൽ ഒരാൾ മരിച്ച നിലയിൽ. വരിക്കൽ റോയിയാണ് മരിച്ചത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി നെടുങ്കണ്ടത്തെ കനത്ത മഴയിൽ 10 ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പാറമടയിൽ നിന്ന് പാറക്കഷ്ണങ്ങളും മെറ്റലും ഒഴുകിയെത്തിയാണ് വൻ കൃഷിനാശമുണ്ടായത്. ഉടമച്ചുള്ള തഹസിൽദാർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എറണാകുളം വേമ്പനാട് കായൽ കണ്ടെയ്നർ ടെർമിനലിന് സമീപം മുങ്ങിക്കിടന്ന വള്ളത്തിൽ തട്ടി ഫൈബർ വെള്ളം തകർന്നു. മഞ്ഞുമാത എന്ന വെള്ളമാണ് ഭാഗികമായി തകർന്നത്. തൊഴിലാളികൾക്ക് പരുക്കില്ല. എറണാകുളം പിറവത്തെ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. മുളക്കുളം കുന്നുംപുറത്ത് വീട്ടിൽ ശാന്തയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കസ്റ്റഡിയിൽ. അതിരപ്പള്ളി വ്യൂ പോയിന്റിൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച മറയ്ക്കുന്ന മരച്ചില്ലകൾ നീക്കി. വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് തടസ്സങ്ങൾ നീക്കി കാഴ്ചയുടെ വിരുന്നൊരുക്കിയത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോം ഉയരം കൂട്ടുന്ന പ്രവൃത്തിക്ക് തുടക്കം. പണി പൂർത്തിയാക്കുക 6 മാസം കൊണ്ട്. റെയിൽപാളവും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള അകലക്കുറവ് മൂലം നിരവധി യാത്രക്കാർക്കാണ് പരിക്കേൽക്കുന്നത്. നാടക് പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൺഡേ തിയേറ്ററിന് തുടക്കം. കുട്ടികളിൽ നാടകാവബോധം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കഞ്ചിക്കോട് ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുതുശ്ശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുജിത്തിന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ നൽകിയത്. സമ്പൂർണ്ണ വാക്സിനേഷൻ കരസ്ഥമാക്കി അട്ടപ്പാടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രം. ഷോളയൂർ പഞ്ചായത്തിലെ 10 വാർഡുകളും 32 ആദിവാസി ഊരുകളും അടങ്ങിയതാണ് ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രം. മഴയിൽ വീണ് കുതിർന്ന നെല്ലുണക്കാൻ കർഷകർക്ക് പഞ്ചായത്ത് വക യന്ത്രം. പട്ടികജാതി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വിനിയോഗിച്ച് വടവന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയാണ് നെല്ലുണക്ക യന്ത്രം വാങ്ങിയത്. 2 മണിക്കൂറിൽ 2 ടൺ നെല്ല് ഉണക്കിയെടുക്കാൻ കഴിയും. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചിൽ MBBS ഫസ്റ്റ് ക്ലാസോടെ വിജയിച്ച ഡോക്ടർ MB ഹരിതി ആദരിച്ചു. മുൻ MLA VT ബൽറാമിന്റെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. പെരിങ്ങോട് സ്വദേശികളായ പീതാംബരന്റെയും യശോദയുടെ മകളാണ് ഹരിത. പാലക്കാട് വൻ ലഹരിമരുന്ന് വേട്ട. LSD സ്റ്റാമ്പുകളുമായി 2 പേർ പിടിയിൽ. മയക്കുമരുന്ന് വേട്ട മെഡിക്കൽ കോളേജിന് സമീപത്തെ സിന്തറ്റിക് ട്രാക്കിൽ വെച്ച്. മലപ്പുറം നിലമ്പൂർ വീട്ടിക്കുത്ത് GLP സ്കൂളിൽ ഹരിതം ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം. പോഷണ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ആരംഭിച്ചത്. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പ് കോഴിക്കോട് റൂറൽ ICDSന്റെ 46ാം വാർഷികാഘോഷ പരിപാടിക്ക് തുടക്കം. വട്ടപ്പറമ്പ് GLP സ്കൂളിൽ നടന്ന പരിപാടി കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അനുഷ V ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 6 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് കർണാടകയിൽ നിന്ന് കേരളത്തിലെത്തിച്ച കഞ്ചാവ്. കണ്ണൂർ കല്ലിക്കണ്ട് സ്വദേശി അഷ്കർ അറസ്റ്റ്. കണ്ണൂർ മട്ടന്നൂരിൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പഴശ്ശി കണ്ണാട്ടിൻകാവിലാണ് കേന്ദ്രം നിർമ്മിക്കുന്നത്. നിർമ്മാണം 3.5 കോടി രൂപ ചെലവ്. കണ്ണൂർ രാമന്തളിയിൽ ഒരാൾക്ക് മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. യുവാവിനെ പയ്യന്നൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് പൊയ്നാച്ചി പാടശേഖരത്തിലെ കൃഷി നശിച്ചു. വെള്ളം കയറി കൊയ്തിട്ട നെല്ലും പൂർണ്ണമായും നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കർഷകർ. കാസർഗോഡ് ചീമേനിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് അനുമതി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1 ഹെക്ടർ ഭൂമിയിലാണ് നിർമ്മാണം. M. രാജഗോപാലൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. നോക്കാം.
സംവിധായകൻ സുഗീതിന്റെ ആദ്യ തമിഴ് ചിത്രം കുരലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. നടൻ കാർത്തിയാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. ഓട്ടിസം ബാധിച്ച കഥാപാത്രത്തെയാണ് നരേൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹോം ഹിന്ദിയിലേക്ക്. അബണ്ടൻഷ്യ എന്റർടൈൻമെന്റും ഫ്രൈഡേ ഫിലിം ഹൗസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുക. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ആദ്യ ബോളിവുഡ് പ്രൊജക്ട് കൂടിയാകും ഈ ചിത്രം. പ്രഭാസിന്റെ കരിയറിലെ 25ാമത് ചിത്രം പ്രഖ്യാപിച്ചു. സ്പിരിറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യും. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി 8 ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ജ്യോതിക നായികയായി എത്തുന്ന 50ാം ചിത്രം ഉടൻ പിറപ്പയുടെ ട്രെയിലർ പുറത്തുവിട്ടു. OTT റിലീസായാണ് ചിത്രം എത്തുന്നത്. ഇറ ശരവണനാണ് തിരക്കഥെഴുതി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മാസം 14-നാണ് സിനിമയുടെ ഫാക്ട് ചെക്ക്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സേവനങ്ങൾ തടസ്സപ്പെട്ടതിനു പിന്നിൽ 13 വയസ്സുകാരന് പങ്കെന്ന് പ്രചാരണം. സത്യാവസ്ഥയിലേക്ക്. അവിശ്വസനീയമെന്ന തലക്കെട്ടിലാണ് സമൂഹമാധ്യമങ്ങളിൽ വാർത്ത പ്രചരിക്കുന്നത്. ആഗോളതലത്തിൽ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സേവനങ്ങൾ 6 മണിക്കൂറോളം നിശ്ചലമായതിനു പിന്നിൽ 13 വയസ്സ് മാത്രം പ്രായമുള്ള സൺസിജു എന്ന ചൈനീസ് ഹാക്കറാണെന്നാണ് പ്രചരണം. വാർത്താ വിതരണ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇത്തരമൊരു കണ്ടെത്തൽ റിപ്പോർട്ട് ചെയ്തതായും പങ്കുവയ്ക്കപ്പെടുന്നു. എന്നാൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ്. റോയിട്ടേഴ്സ് ഇത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. കൂടാതെ സംഭവിച്ചത് സെർവർ തകരാറാണെന്ന് ഫേസ്ബുക്ക് തന്നെ വിശദീകരണം നൽകിയിട്ടുമുണ്ട്. പത്തനംതിട്ടയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർക്കെതിരെ നടപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഡോക്ടറായ ജയൻ സ്റ്റീഫനെ സസ്പെൻഡ് ചെയ്തു. അടൂർ വില്ലേജ് ഓഫീസറായിരുന്ന കലയുടെ മരണത്തിന് പിന്നാലെ ഡോക്ടർ ജയൻ സ്റ്റീഫനെതിരെ ആരോപണം ഉയർന്നിരുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്ത ജീവനക്കാർക്ക് മുന്നറിയിപ്പുമായി ഡൽഹി സർക്കാർ. 1 ഡോസ് വാക്സിനെങ്കിലും സ്വീകരിക്കാത്തവർ ഈ മാസം 16 മുതൽ ജോലിയിൽ പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം. ഈ കാലയളവ് ലീവായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് KPCC നിയോഗിച്ച അന്വേഷണ സമിതികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടികൾ തുടങ്ങിയതായി KPCC പ്രസിഡന്റ് K. സുധാകരൻ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ 97 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചതായും KPCC അധ്യക്ഷൻ അറിയിച്ചു. ആഡംബര കപ്പലിലെ ലഹരിമരുന്ന് കേസിൽ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങി. അർബാസ് മർച്ചന്റ്, മുൻമുൻ ധമേച്ച എന്നിവരുടെ ജാമ്യാപേക്ഷയും മുംബൈ കോടതി പരിഗണിക്കും. സ്പുട്നിക് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കേഷനായുള്ള പരിശോധന റഷ്യ വൈകിപ്പിക്കുന്നുവെന്ന് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി. രാഷ്ട്രീയ കാരണങ്ങളാൽ യൂറോപ്യൻ യൂണിയൻ വാക്സിന് അനുമതി നൽകുന്നില്ലെന്ന് റഷ്യ. സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് അനുമതിക്ക് തടസ്സമാകുന്നത് എന്ന് യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ മാർക്കസ് എഡറ. ന്യൂസ് പൂർത്തിയാകുന്നു.